ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ആമസോണിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ഫസ്റ്റ് ഞാൻ ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻവോയ്സ് അതിനകത്ത് വെച്ചു. പിന്നെ എന്ത് സാധനമാണോ ഓർഡർ കിട്ടിയിട്ടുള്ളത് അത് വെക്കുകയാണ്. ഇന്ന് കിട്ടിയിട്ടുള്ളത് വൈറ്റ് ചെറി ടാങ്കിൾഡ് ഇയറിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇൻവോയ്സ് ആമസോണിൽ നമുക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഷിപ്പിംഗ് ലേബിൾ മാത്രം പോരാ, ഇൻവോയ്സും വേണം. ഇൻവോയ്സ് നമ്മൾ മസ്റ്റായിട്ട് അതിനകത്ത് വെച്ചിരിക്കണം. ബോക്സ് നമ്മൾ സെക്യൂറായിട്ട് അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആമസോണിനെ കുറിച്ചും മീഷോയെക്കുറിച്ചുമൊക്കെ എൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വേണം എന്നുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. A4 ഷീറ്റിൽ 4x6 ആയിട്ടാണ് ലേബൽ പ്രിൻ്റ് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഇതുപോലെ പശ തേച്ചിട്ട് ബോക്സിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ നല്ല രീതിക്ക് പശ തേച്ച് നല്ല രീതിക്ക് ഒട്ടിച്ച് വേണം ഇടാനായിട്ട്. ഒരു രീതിക്കും അത് ഇളകിപ്പോവാനായിട്ട് പാടില്ല. കാരണം 7 ദിവസമൊക്കെ എടുത്തായിരിക്കുമല്ലോ ഓർഡർ ചെയ്യുന്ന ആളിൻ്റെ കയ്യിലെത്തുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി അത് ഇളകിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു രീതിക്ക് വേണം നമ്മളത് കൈകാര്യം ചെയ്ത് ഒട്ടിച്ച് വിടാനായിട്ട്. ബോക്സും വളരെ സെക്യൂർഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ആമസോൺ പാക്കിംഗ്. അപ്പോൾ ഈ വൈറ്റ് ചെറി ഇയറിംഗ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. 50 രൂപയാണ് വില വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഉടനെ വരുന്നതായിരിക്കും. കൊമേഴ്സിനെ കുറിച്ചോ മീഷോയെക്കുറിച്ചോ ആമസോണിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാനതിന് ഒന്നേ റിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.